ഹായ് ഗായ്സ്. സോ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ലൈഫിലുണ്ടായ ഒരു ഇൻസിഡൻറ്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞൊരു ദിവസം ഒരു ഇവൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഇവൻറ്റിന് ഞാൻ വോളണ്ടിയർ ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഇവൻറ്റിന് തലേ ദിവസം ഞങ്ങൾ ഈ വോളണ്ടിയേഴ്സിനെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ഒരു മീറ്റിംഗ് നടത്തിയായിരുന്നു. അപ്പോൾ മീറ്റിംഗ് നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ലേഡിയും അവരുടെ ഹസ്ബൻഡും മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് വന്നു. അവരുടെ ഹസ്ബൻഡ് വോളണ്ടിയർ ചെയ്യുന്നുണ്ട്, പക്ഷേ അവർ വോളണ്ടിയർ ചെയ്യുന്നില്ല. അപ്പോൾ അവരിങ്ങനെ ഞങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോഴത്തേക്ക് ഞാനിങ്ങനെ അവരെ പരിചയപ്പെടുവാണ്. ഞാൻ അങ്ങോട്ട് പോയി എൻ്റെ പേര് പറഞ്ഞു, അവരുടെ പേര് ചോദിച്ചു. അപ്പോൾ ഞങ്ങളുടെ കൂടെ നിന്ന ഒരാളിങ്ങനെ പറഞ്ഞു, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എഗ് പഫ് ഉണ്ടാക്കി സെല്ല് ചെയ്യുന്ന ചന്ദന ഇതാണെന്ന് പറഞ്ഞു. അവർക്കറിയില്ല ഞാനത് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ അവർ എഗ് പഫ് ഉണ്ടാക്കുവാണല്ലേ അങ്ങനെ എന്തോ ചോദിച്ചിട്ട് അവർ പറഞ്ഞു, എഗ് പഫൊക്കെ ഇപ്പോൾ ഉണ്ടാക്കാൻ എളുപ്പമല്ലേ, അതിൻ്റെ ഷീറ്റ് വാങ്ങാൻ കിട്ടില്ല, പിന്നെ മസാല മാത്രം ഉണ്ടാക്കിയ പോരെ, ബാക്കിയൊക്കെ ഭയങ്കര എളുപ്പമല്ലേ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് ഞാൻ ഷീറ്റ് മേടിച്ചിട്ട് ബാക്കിയൊക്കെ ഞാനാണ് ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് അവർ തിരിഞ്ഞിരുന്ന് അവിടെ ഈ പറഞ്ഞവർക്ക് പറയുവാണ്, ലൈക്ക് എയർ ഫ്രയർ വെച്ചൊക്കെ ഇപ്പോൾ ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ് അങ്ങനെ എന്തോ പറഞ്ഞിട്ട് പറഞ്ഞങ്ങനെ പോയി. ഈ സംഭവം നടന്നിട്ടിപ്പോൾ സെക്കൻഡ് ഡേ എന്തോ ആണിത്, അത് രണ്ടാമത്തെ ദിവസം എന്തോ ആണ്. സ്റ്റിൽ എൻ്റെ മൈൻഡിൽ അത് പോകുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും അതിനെപ്പറ്റി അറിഞ്ഞിട്ട് പോലും ഇല്ലാത്ത ആൾക്കാർ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനും അതിനെ കുറ്റങ്ങളും നമ്മൾ ചെയ്യുന്നതൊക്കെ വളരെ നിസ്സാരമായിട്ടുള്ള രീതിയിൽ കാണുന്ന ആൾക്കാരും ഉണ്ടാവുമായിരിക്കും. ഞാൻ വീട്ടിൽ വന്നിരുന്ന് ആലോചിച്ചപ്പോഴത്തേക്കും ശരിയാണ്. ലൈക്ക് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, നമ്മളെ ഡിമോട്ടിവേറ്റ് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും, അങ്ങനെ കുറേയൊക്കെ. സോ ഞാനത് എനിക്ക് ആ ഒരു സെൻറ്റൻസ് കേട്ടപ്പോഴേക്കും എനിക്കും പെട്ടെന്ന് അതാണ് ഓർമ്മ വന്നത്. ലൈക്ക് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം അപ്രിഷ്യേറ്റ് ചെയ്തില്ലെങ്കിലും അതിനെപ്പറ്റി വളരെ മോശമായിട്ട് സംസാരിക്കാനും അത് വളരെ വില കുറച്ച് കാണാനും 100,000 ആൾക്കാരുണ്ടാവുമായിരിക്കും. ഞാനത് ചെയ്യുന്നത് പോലും അവർക്കറിയില്ല, ബട്ട് യെറ്റ് അവർ അങ്ങനെ കമൻറ്റ് ചെയ്തു. ബട്ട് പീപ്പിൾ ആർ ലൈക്ക് ദിസ്. സോ ടുഡേ ക്യാൻഡി ബേക്സ് എന്ന് പറയുന്ന എൻ്റെ ആ ഒരു പുതിയൊരു വെഞ്ചറിന് ലൈക്ക് ഐ ട്രൈഡ് എ ന്യൂ റെസിപ്പി. സോ ഇത് ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. സോ ഡോണ്ട് ക്വിറ്റ്, ഡോണ്ട് ഗീവ് അപ്പ്, കീപ് ഗോയിങ്. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.